വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം 8ാം ദിനത്തിലേക്ക്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് സമരസമിതിയുടെ നിലപാട്. അതിനിടെ വഴി തടസ്സപ്പെടുത്തിയെന്ന് കാട്ടി സമരസമിതി നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. 48 മണിക്കൂറിനുള്ളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നേതാവായ മിനി എസിന് പോലീസ് നോട്ടീസ് നൽകി. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, അല്ലെങ്കിൽ തന്നെ സർക്കാർ പൂർണ്ണമായും കൈയൊഴിഞ്ഞതിൻ്റെ ഒരു നിരാശയിലാണ് സമരസമിതിക്കാർ ഉള്ളതിനിടെ ഈ പോലീസ് നോട്ടീസും കൂടി വന്ന ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് അവരെടുക്കുന്നത്? സെഫുദ്ദീൻ, നമുക്കറിയാം നമ്മുടെ നാടുകളിൽ ഓരോ മനുഷ്യരുടെയും, പ്രത്യേകിച്ച് ഗർഭിണികൾ, നവജാത ശിശുക്കൾ, വൃദ്ധരായവരടക്കമുള്ള മനുഷ്യരുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടുള്ള ഒരു ജനകീയമായ തൊഴിൽ സ്വീകരിച്ചിരിക്കുന്ന ആളുകളാണ് ആശാ വർക്കർമാർ. അവർക്ക് കഴിഞ്ഞ 2 മാസമായി ഓണറേറിയമായി നൽകുന്ന തുച്ഛമായ തുക മുടങ്ങിക്കിടക്കുകയാണ് എന്ന ഗുരുതരമായ പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 8 ദിവസമായി സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ ആശാ പ്രവർത്തകർ സമരമിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സർക്കാർ ഇവരുടെ സമരത്തെ പരിഗണിക്കുകയും ചർച്ചയ്ക്കടക്കം തയ്യാറാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത്രയും സാരമുള്ളതാണ്, പ്രധാനപ്പെട്ടതാണ് എന്ന് ആരോഗ്യമന്ത്രി സമ്മതിക്കുമ്പോഴും സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഇവരുടെ ആവശ്യങ്ങൾ ഈ നിലയിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന രീതിയിലായിരുന്നു ആരോഗ്യവകുപ്പിന്റെ, ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. ഈ രീതിയിൽ ഇവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിയുകയില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു. ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച ധനമന്ത്രി ഇവരുടെ സമരത്തെ പൂർണ്ണമായും തള്ളുന്ന തരത്തിലേക്ക് ഉള്ള ഒരു പ്രതികരണം നടത്തുകയുമുണ്ടായി. അങ്ങനെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സമരത്തിന് വേണ്ട ഒരു അനുകൂല നിലപാടില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് സമരം ഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ആശാ വർക്കർമാർ ഇന്നലെ തന്നെ കടന്നത്. ഇന്നലെ പന്തം കൊളുത്തി പ്രതിഷേധമടക്കം വലിയ സമര പരിപാടികൾ ഇവിടെ സമരപന്തലിൽ, സമരവേദിയിൽ ഒരുക്കിയിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സമരസമിതി നേതാക്കൾക്കെതിരെ ഒരു കേസ് കൂടി പോലീസ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം 16-ാം തീയതി ഇവർ സമരം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈ ജാഥയായി, പ്രചരണ ജാഥയായി ഇതുവഴി വന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ഇരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ വഴി തടഞ്ഞു എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ സമരത്തിന് നേതൃത്വം നൽകുന്ന കേരള ആശാ വർക്കേഴ്സ് ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മിനി എസിനെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. ഈ കേസിൽ 48 മണിക്കൂറിനുള്ളിൽ ഹാജരാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതിനോട് ഏതെങ്കിലും ഒരു തരത്തിൽ കേസെടുത്താൽ സമരം അവസാനിപ്പിച്ച് പിന്നോട്ട് പോകുന്ന രീതിയിലുള്ള സമരമല്ല തങ്ങളുടേത് എന്ന നിലപാടാണ് നമ്മളോട് ആശാ വർക്കർമാർ തന്നെ പങ്കുവയ്ക്കുന്നത്. ചേച്ചി, ഒരു കേസ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ നേതാക്കൾക്കെതിരെ, എങ്ങനെയാണ് അതിനോട് നമ്മളൊരു പ്രതികരണം? ഞങ്ങൾ മാന്യമായും ഈ കേരളം കണ്ടതിൽ വെച്ച് ഈ സെക്രട്ടറിയുടെ നടയിൽ സമര ചരിത്രം പരിശോധിച്ച ഞങ്ങൾ സ്ത്രീകൾ നടത്തുന്ന വളരെ സമാധാനപരമായ ഒരു സമരമാണ് രാപ്പകൽ സമരം. ഞങ്ങൾ ആരെ വഴി തടയുന്നില്ല, കരിങ്കോടി കാണിക്കുന്നില്ല, ഞങ്ങൾ പൊതുമുതലൊന്നും നശിപ്പിക്കുന്നില്ല. ഞങ്ങളുടേതായ സാധനങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ നടുറോഡിൽ കഞ്ഞി വെച്ച് രാപ്പകൽ ഇവിടെ കിടന്നുറങ്ങുന്നു. പിന്നെ ഇവിടെ പൊതു റോഡാണല്ലോ, വാഹനങ്ങളുടെ ശല്യം ഉണ്ടാകുമ്പോൾ, തിരക്കുണ്ടാകുമ്പോൾ റോഡിലോട്ട് ഒരിതുണ്ടാവും. മീഡിയകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരുടെ വാഹന സൗകര്യം എല്ലാം കൂടെ ആകുമ്പോൾ ഒരു റഷ് ഉണ്ടാകുന്നു. ഞങ്ങൾ മാത്രമല്ല, ഇന്ന് KSU ഇവിടെ സമരം നടത്തി. ആ കുട്ടികൾ 4 വാക്ക് ഓടുന്നുണ്ട്. ഞങ്ങൾ സ്ത്രീകളിരുന്ന വഴി അവർ ഓടിയത്, പോലീസ് ഓടിച്ചപ്പോൾ ഞങ്ങളെ കുറച്ച് സ്ത്രീജനങ്ങളും ഭയന്നു പോയി. ഫോണൊക്കെ ഇട്ടിട്ട് അവരവിടെ നെഴിച്ചത്. ഞങ്ങളെ എങ്ങനെ ഭയപ്പെടുത്തി ഓടിക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പോകില്ല. ഞങ്ങൾക്കിത് ജീവൻ മരണ പോരാട്ടമാണ്. ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കാൻ ഒരു തുക ഈ സർക്കാർ തന്നേ പറ്റൂ. ഞങ്ങളുടെ നല്ല യൗവനവും ഞങ്ങളുടെ ആരോഗ്യമൊക്കെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, കേരള ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെലവഴിച്ചവരാണ്. അങ്ങനെയുള്ള ഞങ്ങളെ വെറും കൈയോടെ പറഞ്ഞയക്കാൻ ഇവർക്ക് മനസ്സാക്ഷിയുണ്ടോ? അവർ എല്ലാ മന്ത്രിമാരുടെ, സ്റ്റാഫുകളുടെയും അവരുടെയൊക്കെ വരുമാനവും വാഹന സൗകര്യങ്ങളും ചെലവുകളും അവർ പ്രത്യേകം ബജറ്റ് തുക മാറ്റിവെക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് കേരളത്തിൻ്റെ നട്ടലാണെന്നും ആരോഗ്യ പ്രവർത്തകരാണെന്നും പറയുന്ന ഞങ്ങൾക്ക് വേണ്ടി ഒരു തുക മാറ്റിവെക്കുന്നില്ല? തീർച്ചയായും സൈഫുദ്ദീൻ, അതാണ് പറയുന്നത്. വലിയ പ്രസക്തിയുമുണ്ട് ഈ സമരത്തിന്. പൂർണ്ണമായും സ്ത്രീകൾ നയിക്കുന്ന ഈ തെരുവിൽ കഞ്ഞിവെച്ച് പയറുണ്ടാക്കി അങ്ങനെ സംഘടിപ്പിക്കുന്ന ഒരു സമരത്തിനെതിരെ സർക്കാർ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് ഒരു തരത്തിൽ പ്രതികാര നടപടി എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ സമരത്തെ ഒതുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന വികാരം സമരക്കാർക്കിടയിലുണ്ട്. എന്നാൽ ഇത്തരത്തിൽ കേസുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ കൊണ്ട് പിന്നോട്ട് പോകില്ല എന്ന നിലപാട് തന്നെയാണ് സമരക്കാർ വ്യക്തമാക്കുന്നത്. കൂടുതൽ കരുത്തോടെ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, കുടിശ്ശിക പൂർണ്ണമായും നൽകി തീർക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നത് വരെ സമരം തുടരും എന്ന നിലപാടിൽ തന്നെ ഉറയ്ക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ. സൈഫുദ്ദീൻ.